നമ്മളെ പിന്നോടാൻ പോകുന്ന ഐലൻഡിലാണ്. ഇതാണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ റോഡാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന റോഡാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ കൊച്ചിൻ പോർട്ടിൻ്റെ ഷിപ്പിംഗ് യാർഡാണ്. കപ്പലൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് നല്ല റോഡാണ്. ഇവിടെ അത്യാവശ്യം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു റോഡാണിത്. INS വിക്രാന്ത് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ഇവിടുത്തെ അടി വെച്ചിട്ടായിരുന്നു. ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ മിക്ക സിനിമകളിലും സ്റ്റണ്ട് സീനിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇത് ഐലൻഡിലേക്ക് പോകുന്ന റൂട്ടാണ്. എബ്രഹാമിൻ്റെ സന്തതികൾ, അങ്ങനെ കുറച്ചധികം സിനിമകളിലൊക്കെ ഈ ഏരിയ സ്റ്റണ്ട് സീനിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മിക്ക സിനിമകളിലും ഉണ്ടാവും. ഓക്കെ, നല്ല ഈ സ്ട്രെച്ചാണ് ഞാൻ. ഇതോ ഐലൻഡിലെ നേരത്തെ ഇവിടെ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ജസ്റ്റ് കാടൊക്കെ പിടിച്ച് തന്നാലും കഴിഞ്ഞ വട്ടം വന്നപ്പം ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു. ഇടക്കൊക്കെ ചരക്ക് ട്രെയിനോ എന്തെങ്കിലും ഇവിടെ ആവശ്യത്തിന് വരുന്നത് കാണാം. അല്ലാതെ ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് ഒന്നുമല്ല. റെയിൽവേ സ്റ്റേഷനാണ്, ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇപ്പം ചരക്കും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ട്രാക്കായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ ഇത് വർക്കിംഗ് അല്ല. അപ്പം ഇത് വർക്കിംഗ് ആണെങ്കിൽ നല്ലതായിരുന്നു. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കാടൊക്കെ പിടിച്ച് അത്യാവശ്യം ഇതായി. അപ്പോൾ ഈ ഒരു ട്രാക്ക് ഓൺ ആയിരുന്നെങ്കിൽ കുറേ പേർക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു. നമ്മുടെ ഈ ഏരിയ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും പറ്റുന്ന പോലെ പരമാവധി കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറച്ചധികം ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു എക്സ്പ്ലോറേഷൻ പോലെയാണ്. ജസ്റ്റ് കാണിച്ചു തരും ഇവിടുത്തെ ഏരിയകളും കാര്യങ്ങളൊക്കെ. ഐലൻഡിലെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ പുതുക്കിയിട്ടുണ്ട്. ചില സിനിമകളിൽ ഈ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഓടുന്നതിൻ്റെ ഇടയ്ക്കൊരു ഏരിയ ഉണ്ട്. ജസ്റ്റ് ഏരിയ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞേ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആയിട്ട് കാണുന്നത്. രാത്രിയൊക്കെ വരുവാണെങ്കിൽ പേടിയാവും. ഇപ്പം കുഴപ്പമില്ല. ജസ്റ്റ് കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ്. ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ പണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ല. ഇപ്പം ഞാൻ ട്രെയിൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പം കിടക്കുന്നൊരു ട്രെയിനാണ് ഈ കാണുന്നത്. ഒരു ട്രെയിൻ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഇതാണിപ്പോൾ ഇവിടെ കൊണ്ടൊന്ന് നിർത്തിയേക്കുന്ന ഗുഡ്സ് എന്ന് വെച്ചാൽ. ജസ്റ്റ് ഞാൻ ബാക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഗുഡ്സാണ്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യുന്ന ടൈപ്പുള്ള ട്രെയിനായിരുന്നു. അപ്പം ഇത് വർക്കിംഗ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ സൗത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ വരെ നമുക്ക് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഫാക്ടറിയുടെ മേളിൽ കാണുന്ന ആ ഒരു സംഭവം കണ്ടോ? അതെനിക്ക് തോന്നുന്നത് എയറൊക്കെ പോകാൻ വേണ്ടി, ചൂട് തിങ്ങുമ്പം പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതാണ് ഇവിടുത്തെ കൊച്ചിൻ ഹാർബർ ടെർമിനൽ. അതായത് പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഹാർബർ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ വർക്കിംഗ് അല്ല. നിലവിൽ കാടൊക്കെ പിടിച്ച്. അപ്പം ഇപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെയുള്ള നമ്മുടെ പഴയ കുറേ കാര്യങ്ങളൊക്കെ നിലനിർത്തി പോന്നു കഴിഞ്ഞാൽ കുറേ വിദേശികൾ നമ്മുടെ നാട്ടിൽ വരും. അതേപോലെ തന്നെ കുറേ പേർക്ക് തൊഴിലിട്ടുന്ന ഒരു കാര്യമാണ്. കുറേ കൂടെ ഇതാണ് പറഞ്ഞ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. കൊച്ചിയിലെ ഹാർബർ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ വർക്കിംഗ് അല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു RPFൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതൊരു ഡിഫൻസിൻ്റെ ഓഫീസ് ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ല നിലവിൽ. പണ്ട് വെച്ചിരുന്ന സമയങ്ങളും ട്രെയിനിൻ്റെ സമയങ്ങളൊക്കെയാണ്. ഇതുണ്ടോ, കൊച്ചിൻ ഷൊർണൂർ ഒരു ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ഇവിടെ നല്ല നീറ്റായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഇതായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ. ഇത് പക്ഷേ സ്റ്റിൽ വർക്കിംഗ് അല്ല. വർക്കിംഗ് ആണെങ്കിൽ നല്ലതായിരുന്നു. അത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ മട്ടാഞ്ചേരി ഹാർബറിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. പറഞ്ഞാൽ ഞാനിപ്പോഴും ഈ ഐലൻഡിൻ്റെ പകുതി ദൂരം പോലും പിന്നിട്ടിട്ടില്ല. അപ്പോഴും അത്യാവശ്യം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ റോഡിനധികം തിരക്കില്ല. പക്ഷേ ഇവിടെ ചരക്ക് വാഹനങ്ങൾ കുറേ ഉണ്ട്. ഡ്രൈവിംഗ് പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ലതാണ്. പിന്നെ കുറേയധികം ഫോട്ടോ സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു അടിപൊളിയാണ്. ഈ ഐലൻഡ് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓട്ടോ ഇന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഐലൻഡ് ആയിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തത് ഓടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഉള്ള കാഴ്ചകളും കാണിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഓട്ടം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഓടാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആദ്യം സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് ചെറിയ കിലോമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെയ്യണവരെ. ഇപ്പോൾ എനിക്ക് ഓടുന്നതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ കതപ്പ്, ഇവിടെ ചൂടായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എന്നാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഓടുക. ഇതേപോലെ തന്നെ ലൈഫിൽ എന്തൊക്കെ കാര്യം സംഭവിച്ചാലും ഒരു ബ്രേക്ക് എടുക്കുക, ഒരു ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് പണിയെടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ അതിലേക്ക് എത്തും. അപ്പം ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓർമ്മയിൽ വെച്ച്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവാണ്. റിട്ടേണുള്ള ഓട്ടത്തിലാണ്. നല്ല റോഡായതുകൊണ്ട് നല്ല സന്തോഷം ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഓടുന്നേ ഉള്ളൂ ഫ്രണ്ടിലേക്ക്.
കുറച്ച് വെയിൽ വന്ന് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള കുറച്ചുകൂടി ഒരു കറുപ്പ് വന്ന് തുടങ്ങി. എന്നാലും ഓടി കംപ്ലീറ്റ് ചെയ്യും.